നമസ്തേ. ഭൂമിയിലെ സമസ്ത വിദ്യാർത്ഥികളോടും രക്ഷകർത്താക്കളോടും ഉള്ളൊരു റിക്വസ്റ്റാണ്. അതേപോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടാതെ വിഷമിക്കുന്ന വിദ്യാർത്ഥികളോടും. ഭൂമിയിൽ ഏകദേശം 140 കോടിയിൽ കൂടുതൽ വിദ്യാർത്ഥികളുണ്ട്. ഇന്ത്യയിലും ചൈനയിലുമായിട്ട് ഏകദേശം 65 കോടിയിൽ പരം വിദ്യാർത്ഥികളുണ്ട്. 3 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള. ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിദ്യാഭ്യാസം നേടണമെന്നുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു അധ്യാപകരെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയോ നാം ഡിപ്പെൻഡ് ചെയ്യണമായിരിക്കും. ഇന്ന് അതല്ല. ഇന്ന് സാങ്കേതികവിദ്യയും ടെക്നോളജിയും വളരെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു സിസ്റ്റത്തിൽ പോലും ലോകത്തിലുള്ള സകല വിജ്ഞാനങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സ് പോലും ഈ സിസ്റ്റത്തിൽ നോക്കിയാണ് പല ഡൗട്ടുകളും ക്ലിയർ ചെയ്യുന്നത്. ലോകത്ത് മാനവരാശിക്ക് സമസ്ത വിജ്ഞാനങ്ങളും നൽകുന്ന വലിയൊരു ടെക്നോളജിക്കൽ സാങ്കേതികവിദ്യയാണ് ഗൂഗിൾ. ആയതുകൊണ്ട് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കണമെന്നും കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്നുമാണ് എനിക്ക് പറയാനുള്ളത്. ഭൂമിയിൽ വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും വിദ്യാഭ്യാസത്തിനോടനുബന്ധിച്ചുള്ള യാത്രയ്ക്ക് വേണ്ടിയും അഡ്വാൻസ് പ്രിപ്പയർഡിന് വേണ്ടിയും ഒരു ദിവസം 400 കോടിയിൽ കൂടുതൽ മണിക്കൂറാണ് നഷ്ടപ്പെടുത്തുന്നത്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ആ യാത്രാസമയം ലാഭിക്കുകയും ആ സമയം കൂടി വിദ്യാഭ്യാസത്തിനു വേണ്ടി നമുക്ക് ചെലവാക്കുകയും ചെയ്യാം. 400 കോടി രൂപ നമുക്ക് ബിസിനസ്സിലൂടെ 4 ദിവസം കൊണ്ട് ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. പക്ഷേ 4 സെക്കൻഡ് നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് തിരിച്ചു കിട്ടത്തില്ല. ഇന്ന് ഗൂഗിൾ യൂണിവേഴ്സിറ്റിയിൽ ധാരാളം കോഴ്സുകളുണ്ട്. വിവിധതരം കോഴ്സുകൾ. പല കോഴ്സുകളും 10 മുതൽ 40 മണിക്കൂർ, 10 മുതൽ 60 മണിക്കൂറുകൾ മാത്രമാണ്. IC ടോട്ടൽ വാല്യൂ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ മണി ഏകദേശം 85,000 രൂപയിൽ താഴെ മാത്രമേ ഫീസ് പോലും വരുന്നുള്ളൂ. ആയതുകൊണ്ട് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്നാണ് എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. വിവിധതരം കോഴ്സുകളുണ്ട്. നമ്മളിപ്പോൾ ഒരു +2 അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സ്കൂളിൽ അലോട്ട് ചെയ്തിട്ടുള്ള കോഴ്സുകൾ മാത്രമേ നമ്മൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെടുന്ന കോഴ്സുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയില്ലെന്നിരിക്കും. പക്ഷേ ഒരു ഓൺലൈൻ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് പഠിക്കാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ പ്രയോജനം. ഇന്ന് തന്നെ സൈബർ സെക്യൂരിറ്റീസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കൊമേഴ്സ്, ബിസിനസ് ഇൻ്റലിജൻറ്റ്, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, IT സൊല്യൂഷൻ, IT സപ്പോർട്ട്, AI വിവിധ മേഖലകൾ, ഇതെല്ലാം ഇന്ന് ഓൺലൈനിൽ കോഴ്സായിട്ട് എടുത്ത് പഠിക്കാൻ കഴിയും. റിസർച്ചിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. അത് യാഥാർത്ഥ്യം തന്നെയാണ്. ആയതുകൊണ്ട് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കണമെന്നും ഇന്നുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കൂടി വന്നാൽ 10-30 വർഷത്തിനുള്ളിൽ ഉപയോഗപ്രദം അല്ലാതെയാകും, മറ്റ് മേഖലകളായി മാറും. ഏകദേശം 35-40 വർഷങ്ങൾക്കുള്ളിൽ ഭൂമിയിലെ 90% വിദ്യാഭ്യാസ മേഖലകളും ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ ആയിരിക്കും. ഈ നൂറ്റാണ്ടിലെ മാനവരാശിയുടെ ഏറ്റവും വലിയ കടപ്പാട്, മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ കടപ്പാട് മാനവരാശിയെ വിദ്യാഭ്യാസത്തിലും സാമ്പത്തികത്തിലും സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിൽ സ്വയം പര്യാപ്തമാക്കുവാൻ അതിനൂതനമായ ടെക്നോളജിക്കൽ സാങ്കേതികവിദ്യ ഉടലെടുത്തിട്ടുണ്ട്. ഈ പ്രപഞ്ചം നിലകൊള്ളുന്നത് ഒരു കോസ്മിക് എനർജിയിലാണ്. ആ കോസ്മിക് എനർജിയുടെ ഓരോ അംശവും ഓരോ ജീവജാലങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഗ്രാമങ്ങളിലും
അതുപോലെ തന്നെ ഭൂമിയുടെ ഏത് ഭാഗത്തും ഇരിക്കുന്ന മനുഷ്യ സമൂഹത്തിന് വിദ്യാഭ്യാസ മേഖലകളിൽ ഉയരാൻ കഴിയുന്നത്. പക്ഷെ എന്നിട്ടും ആ സാങ്കേതിക വിദ്യയിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഭൂമിയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും സാമ്പത്തികപരമായിട്ട് സ്വയം പര്യാപ്തമാകുവാൻ ഓരോ ഭരണകർത്താക്കളും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമസ്തേ.